നമ്മളെ പഠിപ്പിച്ചു, നിന്റെ കൈ മണ്ണിൽ പിറണ്ടാലും മതമുള്ളവളെ കല്യാണം കഴിച്ചു. സ്വാഭാവികമായും ഒരു ചോദ്യം, ഈ സമ്മേളനം വൈജ്ഞാനികമായതുകൊണ്ട് വൈജ്ഞാനികമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം, എന്താണ് മതം? ദീനുള്ള പെണ്ണിനെ എന്ന് റസൂല് പറയുമ്പോൾ ആ ദീൻ എന്താണ്? അത്ര പ്രിയങ്കരമാകും എന്റെ അടുത്ത വാചകം എന്ന് എനിക്ക് അഭിപ്രായമില്ല. എങ്ങനെ എത്ര പ്രിയങ്കരമായി തീരുമെന്ന് ഞാൻ പറയുന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഹഖ തിലാവത്ത് നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ദീൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബയ്യിനയിലെ 5-ാമത്തെ വചനത്തിൽ ഒരു ആയത്ത് പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാഹ വയുത്തുസ് സക്കാ വദാലിക ദീനുൽ ഖയ്യിം. എന്താ നേരത്തെ പറഞ്ഞത്? മതനിഷ്ഠയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം. അപ്പൊ എന്താ വദാലിക ദീനുൽ ഖയ്യിം? എന്താ ദീന്? എന്താ ദീന്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന ഒരു പെണ്ണിനെ അല്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞതാ. മുജാഹിദ് ബാദ്ശാഹി മൊയ്തീൻ ശൈഖിനെ മുദബ്ബിറുൽ കാണുന്ന ഒരാളെ നിങ്ങൾ ഇണയാക്കരുത് എന്ന് ലോക ഗുരു അള്ളാഹുവിന്റെ ഗ്രന്ഥവും. സംശയമുണ്ടോ? സംശയം. വമാ ഉമിറു, ഞാൻ കൽപ്പിച്ചിട്ടില്ല. എന്ത് ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മുഖ്ലിസിനെ കീവണക്കം അള്ളാഹുവിനായി കാപട്യലേശമന്യേ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് നാം അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇബാദത്ത്? അദ്ദുആ വൽ ഇബാദ. അദ്ദുആ വൽ ഇബാദ, പ്രാർത്ഥന, അത് തന്നെയാണ് ആരാധന. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. 40-ാം അധ്യായം 60-ാമത്തെ വചനം. ഖുൽ ഇന്നമാ ദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. അപ്പൊ എന്താ ഇബാദത്ത്? ദുആ ആണ് ഇബാദത്ത്. അല്ലാഹനെ മാത്രം ദുആ ചെയ്യും എന്നുറച്ചു തീരുമാനിക്കുന്ന ഒരു പെണ്ണിനെയാണ് നമ്മുടെ ആൺകുട്ടിക്ക് ഇണയാക്കേണ്ടത് എന്ന് അല്ലാഹു 18-ാം അധ്യായം സൂറത്ത് കഹ്ഫ് വെറുതെ വായിപ്പിച്ചല്ല. അതിൽ അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹനെ മാത്രം വിളിക്കുന്ന പുരുഷനെ നീ കല്യാണം കഴിച്ചു. അങ്ങനെ പറയുന്നുണ്ടോ ഖുർആൻ? അങ്ങനെ പറയുന്നുണ്ട് ഖുർആൻ. അതാണ് ഹഖ തിലാവത്ത്. അത് നടത്താത്തവർക്ക് വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ ആ ഖുർആൻ പറയുന്നത്? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അടുത്ത വാചകം എന്താ? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? 14 ലോകങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനോടല്ലാതെ ഞങ്ങൾ ദുആ ചെയ്യില്ല. അല്ലല്ലാതെ മലക്കിനോട് ദുആ ചെയ്താൽ, ആയത്തിലാട്ടുള്ളത്, മുജാഹിദിന്റെ വകയല്ല, അവര് പ്രഖ്യാപിക്കാൻ, ഞങ്ങൾ മലക്കുകളെ വിളിച്ചു ദുആ ചെയ്താൽ, ഞങ്ങൾ ജിന്നുകളെ വിളിച്ചു ദുആ ചെയ്താൽ, ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു ദുആ ചെയ്താൽ അന്യായമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ അന്യായം ഞങ്ങൾ ചെയ്യില്ല. അപ്പൊ ഫൽഫർ ബിദാത്തിദ്ദീന്റെ അർത്ഥം എന്താ? അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കുട്ടിനെയും ജീവിത പങ്കാളിയാക്കരുത്. ഞാൻ പച്ചക്ക് പറയില്ല, നിങ്ങൾ മനസ്സിലാക്കുക ആരെയാ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയം ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ ഒരു വാചകമുണ്ട്. ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്, ആദർശപ്പൊരുത്തുള്ളവരെ കല്യാണം കഴിക്കാവൂ. ഒരു നിരീശ്വരവാദിനെ കല്യാണം കഴിച്ചാൽ മതി. അതാണ് അതിന്റെ അർത്ഥം. ഒരു ഹദീസ് നിഷേധി വേറൊരു ഹദീസ് നിഷേധിനെ കല്യാണം കഴിച്ചാൽ മതി. സത്യമായിട്ടും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കല്യാണം കഴിച്ചാൽ മതി. ഒരു മുജാഹിദിനെ കല്യാണം കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്താ അറിയോ? ഞാൻ പറഞ്ഞ, അതായത് എന്തിനാ ദാമ്പത്യം? ഭാര്യയും ഭർത്താവ് ആദർശം പറഞ്ഞ് തല്ലി മരിക്കാനാ? അല്ല 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 ഒരേ ആദർശം ഉണ്ടാവുമ്പോൾ ജീവിതത്തിനൊരു സുഖം ഉണ്ടാവും. അവളിലേക്ക് സമാധാനം അടയണമെങ്കിൽ തന്റെ മനസ്സിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ഒരു പെണ്ണാവണത്. പള്ളിയിൽ പോണോള് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പള്ളിയിൽ പോകുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ്. അതേ ഓള് ടൂർ പോണ്ട്, സിനിമക്ക് പോണ്ട്, ഷോപ്പിംഗ് മാളിൽ പോണ്ട്, ഫോണിലെ എല്ലാ ഗ്രൂപ്പിലോട് ബന്ധപ്പെടുന്നുണ്ട്. അവിടെ ഒരു പുരുഷനോ കന്യല്ല. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, പൊരുത്തണ്ടാവൂല ജീവിതത്തിന്. അതുകൊണ്ട് വളരെ കൃത്യം, ഭദ്രമായ ഒരു കുടുംബം ഉണ്ടാകണോ? ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും ഇത് കേൾക്കുന്ന ഏത് മനുഷ്യനും ഭദ്രമായ ഒരു കുടുംബം. ഞാൻ ഒന്നുകൂടി പറയണ്ടേ, CM മടവൂർ മുദബ്ബിറുൽ ആല എന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷനും CM മടവൂർ മുദബ്ബിറുൽ ആല എന്ന് വിശ്വസിക്കുന്ന ഒരു പെണ്ണും കെട്ടിയാൽ മതി. ഓൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അടിസ്ഥാന പ്രശ്നം തീർന്നു. ആഖിറത്തിൽ രക്ഷപ്പെടുമല്ലേ എന്നുള്ളത് വേറെ വിഷയം. ദുനിയാവിൽ പ്രശ്നം ഉണ്ടാവില്ല. ആദർശം 2 തട്ടിലാണോ അല്ലെ? എല്ലാ വീട്ടിലും എന്താ പ്രശ്നം? മോള് യുക്തിവാദിയാണ്, പർദ്ദരിക്കൊക്കെ ഇഷ്ടമല്ല, ആദർശം മാൻ്റെത് വളർന്നു വന്നാ അല്ല.
ദാമ്പത്യ ജീവിതത്തിന്റെ, നല്ല കുടുംബ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്താ? നൂഹ് നബി അലൈഹിസ്സലാം വല്ലറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ വഖീല ദുഖുലൻ നാറ മാ ദാഖിലീൻ. 950 വർഷം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉലുൽ അസ്മിന്റെ ഒന്നാമത്തെ പ്രവാചകൻ, ആ പ്രവാചകന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ശത്രു, വഞ്ചിച്ചവൾ, നരകാവകാശി. ആ പ്രവാചകന്റെ മകൻ ആ ബാപ്പാക്കെതിരെ സമാധാനം ഉണ്ടോ? യൂസുഫ് നബീനെ ഓർത്ത് കരയുന്ന നല്ലൊരു ബാപ്പാന്റെ കണ്ണീരും മകൻ കാഫിറായി പോയതിന്റെ പേരിൽ വേദനിക്കുന്ന നൂഹും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ നമുക്കുള്ള മാതൃകയാണ്. സ്വന്തം മകനെ ഓർത്ത് കരഞ്ഞ് സ്നേഹം കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട, മകന്റെ കണ്ണടിച്ചു പൊട്ടിച്ചതല്ല, മകന് വേണ്ടി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ആ മഹാനുഭാവന്റെ കഥ പറയുന്ന 12-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ വാചകങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അത്ഭുതകരമായ ഖുർആനിക ഘടന, അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തിന്റെ ഘടന കോർത്തിണക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുള്ള വാചകം. സൂറത്ത് നൂറിലെ 32-ാമത്തെ വചനം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വ്യാഖ്യാനിച്ചെന്നറിയോ? ആയത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം പറയാം. ഇതാ സ്വാലിഹായ അടിമേനായാലും അല്ലാതായാലും നല്ല പെണ്ണിനെ, നല്ല പുരുഷനെ പരസ്പരങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കി. ബാപ്പാക്കയിലെ ചുമതലയുണ്ട്, ഉപ്പാക്കയിലെ ചുമതലയുണ്ട്. രാഷ്ട്ര ഭരണകൂടങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് ആ വലിയന്റെ സ്ഥാനമുണ്ട്, മാമന്മാർക്കുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹു അത് നിശ്ചയിച്ചു കൊടുത്തു. ആ ആളുകളോട് പറയാണ്, വിവാഹപ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞ എന്താ? സ്വാലിഹ. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ നല്ല പെൺകുട്ടിനെ നോക്കുമ്പോ ചിലപ്പോ അത് ദരിദ്ര കുടുംബത്തിലായിരിക്കും. വല്ലാത്തൊരു തത്വ പറഞ്ഞു. ഇനി അവർ ദരിദ്രരാണോ? നിങ്ങളെ മരുവൻ ദരിദ്രനാണോ? ഓനെ സമ്പന്നനാക്കും. വല്ലാഹി, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ വിവാഹം കഴിക്കുമ്പോ എന്റെ കയ്യിൽ സ്വന്തമായൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വാചകം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മനസ്സിലാക്കി. എങ്ങനെ അറിയോ? ഖലീഫ ഉമറിന്റെ പറഞ്ഞൊരു വാചകമാണ്. ആയത്തിനെ ബേസ് ചെയ്ത് പറഞ്ഞ് എല്ലാരും ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാം. എന്നാ ഇസ്ലാം അങ്ങനല്ല, കല്യാണം കഴിച്ചാലേ നിനക്ക് ജോലി കിട്ടൂന്ന് അള്ളാഹ് പറയുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞ എന്താ കാരണം? അള്ളാഹ് വെച്ച കണ്ടീഷൻ എന്താ? ഓൻ ദരിദ്രനാണോ? കല്യാണത്തോടു കൂടെ ഓനെ സമ്പന്നനാക്കും. കാരണം സൂക്ഷിച്ചത് വിവാഹരംഗത്തിലെ പരിശുദ്ധതയാണ്. അതുകൊണ്ട് ഓനെ സമ്പത്ത് നൽകാൻ അള്ളാഹ് ബാധ്യസ്ഥനാ. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയേണ്ടതല്ലോ, എടാ ഈ ഒരു കല്യാണം കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും, അങ്ങനെ പഠിപ്പിക്കാൻ. അതാ ഖുർആന്റെ വൈജ്ഞാനിക സമ്മേളനത്തിൽ പറയപ്പെടേണ്ടതും പഠിപ്പിക്കപ്പെടേണ്ടതും അനുധാവനം ചെയ്യപ്പെടേണ്ടതും ഈ ഒരു ആശയത്തെയാണ്. അള്ളാഹുവിനുള്ള അള്ളാഹ് നിങ്ങൾ സൂക്ഷിച്ചാൽ അള്ളാഹ് ഒരു വഴി കാണിച്ചു തരും. കല്യാണം കഴിച്ചു, സമ്പത്തൊക്കെ ആകാന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായി എന്താണ്? ഒരു സംഗതി നടക്കുമ്പോ ഒരു സംഗതി നടക്കും. ബാപ്പ രോഗിയായാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടക്കും, അല്ലേ? അതുപോലെ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുമ്പോഴേ ഓക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള ടെൻഡൻസി മനുഷ്യനുണ്ടാവും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പുലർത്താൻ വിവാഹപ്രായത്തിയാൽ അല്ലയോ യുവാക്കളുടെ സമൂഹമേ, കണ്ണിനെ നിയന്ത്രിക്കാൻ, മുഖ്യാവയവങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്ന് ബ്രഹ്മചര്യം ഇസ്ലാം വിലക്കി. ഖുർആന്റെ 50-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ ബ്രഹ്മചര്യത്തെ അതിശക്തമായി ഖുർആൻ എതിർത്തു. പല ആളുകളും വിവാഹം കഴിക്കില്ല തീരുമാനിച്ചപ്പോ അതിന്റെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ കല്യാണം ആവശ്യമില്ല എന്ന് വിശ്വസിച്ച ആളാ. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വിചാരിച്ചിരുന്നെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഉണ്ടാകുമായിരുന്നില്ല. ദൈവത്തിന്റെ മണവാട്ടികളാകാൻ, കന്യകകളാകാൻ ആഗ്രഹിച്ചവരുടെ അച്ഛനമ്മമാർ അത് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവരുണ്ടാകുമായിരുന്നില്ല. ആദിലയും നൂറയും കല്യാണം കഴിച്ച പോലെ ഗാന്ധിജിയുടെ അമ്മയും നെഹ്റുവിന്റെ അമ്മയും കല്യാണം കഴിച്ചാൽ നെഹ്റു ഉണ്ടാവില്ല, ഗാന്ധിയും ഉണ്ടാവില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ബാപ്പയും അബുൽ കലാം ആസാദിന്റെ ബാപ്പയും കല്യാണം കഴിച്ചാൽ ഈ രണ്ട് പൗരന്മാരും ഉണ്ടാകില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാവില്ല, ലോകമുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ വീട്ടിന്റെ മുറ്റത്തിരുന്ന് മാവില് നോക്കി ഒരു കന്യക പറയാണ്, ഓ ഇപ്രാവശ്യം മാവ് പൂത്തില്ലല്ലോ. ഓള് പൂത്തില്ല, ഓള് കായ്ച്ചില്ല, അതിനൊക്കെ കംപ്ലൈന്റ് ഇല്ല. ഓക്ക് ദൈവം ഗർഭപാത്രം കൊടുത്തോ, ഓള് ഗർഭിണിയാകുന്നില്ല, ഓൾക്ക് പാല് നുകരാൻ, സന്നം
നുകരാൻ സ്ഥലം നൽകി, ഓളത് ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് മാവില് മാങ്ങണ്ടായില്ല എന്ന് കംപ്ലൈന്റ്. ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് ഇസ്ലാം വിവാഹത്തെ വളരെ ഗംഭീരമായി പ്രോത്സാഹിപ്പിച്ചു. ഒരു പ്രവാചകൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കല്യാണം കഴിക്കുകയും ഭാര്യമാരുണ്ടാവുകയും കുട്ടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പ്രവാചകന്മാരുടെ ചര്യ അതാണ്.